ഈ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ ഈ മുസ്തഫ എടുത്തിരിക്കുന്നത് ആരും പാടാത്ത കവർ പോലും ആരും പാടാത്ത പാട്ടുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എടുക്കാൻ പറ്റാത്ത ലോഡുകളാണ് എടുത്തിരിക്കുന്നത്. ലോഡ് കൂടിയതാ. സൈഡ് സൗണ്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അല്ല, അത് ഫീമെയിൽ ടോൺ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, അത് ആ ടോണാണ് മുസ്തഫയ്ക്ക് അല്ലേ, ശബ്ദം അതാണ്. നോർമൽ സോങ്സും പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ വലിയ ഡാൻസ് ഓഫ് ടൈപ്പ് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. സൈനോട് ഇടയ്ക്ക് ഇനി ഒരു ദിവസം 2 പ്രോഗ്രാം നമുക്ക് എടുക്കാൻ പറയാം. ഒരിടത്ത് പൊക്കോട്ടെ, വിടാൻ പറയാം. ഇനി ബെല്ലി ഡാൻസറെ വേണമെങ്കിൽ ബിജുക്കുട്ടനെ കൊണ്ട് നിറഞ്ഞു വന്നായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഈ പാട്ട് പാടിയിട്ട് നോക്കിയപ്പോൾ ആക്ച്വലി സൈനോട് ചേച്ചി വന്നിട്ട് കമന്റ് ഇട്ടു. അതും പോരായിട്ട് ആൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടു. ഇതിലൊരു വരിയുണ്ട്, ഫിലിപ്പൈൻസ് അറബി പോലെ ഇരിക്കുന്ന റബൂസമായി ഫിക്കാർ ചേർന്ന് ആളത് ഞാൻ പാടിയിൽ ഇനി പാടുമ്പോൾ തെറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി എനിക്കത് പാടിയിട്ട് അയച്ചു അടിപൊളി. പാട്ട് പാടി മഴ പെയ്ച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പാട്ട് പാടി കരയിപ്പിച്ചിട്ടുണ്ട്. ജീവ കരഞ്ഞില്ല. എന്നറിയാം, ആ വോയിസ് മാത്രമല്ലോ നമ്മള് പിന്നെ ആ കറക്റ്റ് ആ ഡൈനാമിക്സ് അതായത് ഫോൾസ് വോയിസ് അല്ല, അത് റിയൽ ഫീമെയിൽ വോയിസ് ആണ്. ഉറപ്പായിട്ടും ഇത് കേൾക്കുന്ന ഏതൊരു സംഗീത സംവിധായകനും ഒരു തവണയെങ്കിലും നിങ്ങൾ വിളിച്ച് ട്രൈ ചെയ്യും. പ്ലേ ബാക്കിലേക്ക് വരും, കാരണം അത്ര രസമുണ്ട്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. കാരണം ഞാൻ 4ാം ക്ലാസ് തൊട്ടിട്ട് സ്റ്റേജിൽ പാടാൻ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇതുവരെ ഇതുപോലെ ഒരു TV ഷോയിൽ മീൻസ് ഇപ്പം ഞാൻ ആക്ച്വലി വന്നത് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിട്ടില്ല. ഇത് അവർക്ക് സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം തൊട്ടിട്ട് പല റിയാലിറ്റി ഷോയിലും പോയിട്ടുണ്ട്. ഈവൻ ജിയോ ചേട്ടൻ ഉണ്ടായിരുന്ന ഒരു റിയാലിറ്റി ഷോയിൽ. പക്ഷെ ആ സമയത്ത് സെലക്ഷൻ കിട്ടിയില്ല അല്ലേ? അന്ന് ഞാൻ ഫൈനൽ ഓഡിഷനിൽ ഔട്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് അതേ ആളുടെ കൂടെ തന്നെ എനിക്ക് പാടാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതായി പോകാതുണ്ടായി സന്തോഷമാണ്, കൂടുതൽ സന്തോഷമാണ്. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കലയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ കല ആൾക്കാരിലേക്ക് എത്താൻ അതിന്റെ സമയമുണ്ട്. നമ്മൾ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ അത് ആ സമയമാകാതെ അത് പുറത്തേക്ക് വരില്ല. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ കല ആൾക്കാരിലേക്ക് എത്തും. ആ സമയമായി തുടങ്ങിയെന്ന് വിചാരിക്കുക, ഇത് അതിനുള്ളൊരു തുടക്കമാണെന്ന് വിചാരിക്കുക, കറക്റ്റ് സ്ഥലത്താണ് വന്ന് ചേർന്നത്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ അവിടെ പോയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയണ്ടല്ലേ, പക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ കോമഡി ഷോ ആണത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഷോ ആണത്. തീർച്ചയായിട്ടും. ഈ ഫ്ലോറിൽ വന്ന് നിന്ന് പാടാന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റിവെച്ചോ. ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഹൈപ്പ് ഉള്ളത്. അല്ല മുസ്തഫ, ഇതിന്റെ ഒരു ഒറ്റ വാക്കുള്ളൂ, വിളക്കിനെ അധികകാലം മറച്ചു വെക്കാനാവില്ല. ആ വെളിച്ചം കൊടുത്തിരിക്കും, അത് തന്നു. ഇനി വെളിച്ചമാണ് താങ്കളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം, ഇങ്ങനെ തന്നെ തുടർന്ന് പോകാൻ. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ പറയുന്ന എല്ലാവരുടെയും സപ്പോർട്ടും എന്തായാലും ഉണ്ടാവും അല്ലേ നസീർക്ക? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് ജീവിതം വേറൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നു എന്ന് വിചാരിക്കുക, അത് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് താനേ വീണോളും. താങ്ക് യു മുസ്തഫ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, ഉഷാറാവട്ടെ. ഇതുവരെ അങ്ങോട്ടൊന്നും ഒരു സ്റ്റെപ്പ് കിട്ടില്ലല്ലോ, ബ്രേക്ക് കിട്ടില്ലല്ലോ എന്ന് പലതവണ മുസ്തഫ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് മാറ്റി വെച്ചോ, ഇവിടുന്ന് അങ്ങോട്ട് ലൈഫ് അടിപൊളിയാവും. അങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നല്ലൊരു ഗൈഡ് മുസ്തഫയ്ക്ക്. താങ്ക് യു സോ മച്ച് മുസ്തഫ. നമുക്ക് ഇനി കാണണം. ഓക്കെ.